നമ്മുടെ നാട്ടിൽ ഇനി പരീക്ഷ ചോദ്യപേപ്പർ ചോരില്ല. എന്താ കാരണം എന്നറിയോ? കേന്ദ്ര സർക്കാർ അത് ശക്തമായ ഒരു പരിഹാരം കണ്ടെത്തി. ടെലിഗ്രാം അങ്ങോട്ട് നിരോധിച്ചു. ഇനി ഒറ്റ ചോദ്യപേപ്പർ ചോരില്ല. നീറ്റല്ല, അതിനപ്പുറത്ത് എന്തെങ്കിലും ചോദ്യപേപ്പർ ഉണ്ടോ? അതൊന്നും ചോരില്ല. ടെലിഗ്രാം നിരോധനം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഏതാണ്ട് എലിയെ പേടിച്ചിട്ട് ഇല്ലം ചുടുന്ന പോലെയാണ്. റോഡിൽ ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടികൾ നിരോധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വാദം കേട്ടാൽ നമുക്ക് തോന്നും ആകെ ലോകത്ത് ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ മെസ്സേജസ് അയക്കാനും ഈ ചോദ്യപേപ്പർ ചോർത്താനുമായിട്ട്. അതാണ് ടെലിഗ്രാം. അത് അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ ഇനി ഒരൊറ്റ ചോദ്യപേപ്പർ ഈ നാട്ടിൽ ചോരില്ല. കേന്ദ്ര സേനയിലൊക്കെ ഇറക്കിയിട്ടാണ് അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കുന്നത്. എന്നിട്ടാണ് അവർ ഈ ആപ്പ് നിരോധിച്ചത്. ടെലിഗ്രാമിൽ ചോദ്യപേപ്പർ എത്തുന്നതല്ല പ്രശ്നം, അത് ടെലിഗ്രാമിൽ എത്തുന്നതിന് മുമ്പുള്ള ചോർച്ചയാണ് പ്രശ്നം. അപ്പോൾ ആ ചോർച്ച അടയ്ക്കുന്നത് പകരം ടെലിഗ്രാം തന്നെ ബാൻ ചെയ്ത് ചോദ്യപേപ്പർ ചോരില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിനിടയിൽ മറ്റു ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടെ ഉയരുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ഭാഗത്തുനിന്നുള്ള ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ നിരോധനത്തിന് പിന്നിൽ വെറും ഒരു ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, വലിയ ചില കോർപ്പറേറ്റ് കളികൾ കൂടെ നടക്കുന്നുണ്ട് എന്നാണ് ടെലിഗ്രാം പറയുന്നത്. റിലയൻസിന് മെറ്റയുമായി, അതായത് വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃക കമ്പനിയായ മെറ്റയുമായി വലിയ നിക്ഷേപ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് ആണ് ഇത്തരത്തിലൊരു നിരോധനത്തിന് പിന്നിലെന്നാണ് ടെലിഗ്രാമിന്റെ ആരോപണം. ടെലിഗ്രാമിന്റെ വാദം അനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ച എന്നൊരു വിഷയം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ടെലിഗ്രാമിനെ നിരോധിച്ചത് റിലയൻസ് എന്നാണ് അവരുടെ ആരോപണം. ഈ ഒരു ആരോപണം സത്യമാണെങ്കിൽ ഇതൊരു ആപ്പിന്റെ നിരോധനം മാത്രമായി നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ ചോദ്യപേപ്പർ ചോദിക്കുന്നതിന്റെ പ്രശ്നമായി കാണാൻ പറ്റില്ല. മറിച്ച് ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ കോർപ്പറേറ്റ് ശക്തികൾക്ക് മുമ്പ് അടിയറവ് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമായിരിക്കും. ഈ തീരുമാനം യഥാർത്ഥത്തിൽ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? വിദ്യാർത്ഥികളുടെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ അതോ ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെയോ?